സുഹൃത്തുക്കളെ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ദുബായിൽ പുരോഗമിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി 2025 വളരെ നിർണായകമായ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ സൂപ്പർ പോരാട്ടം ദുബായിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 241 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി ഹർദിക് പാണ്ഡ്യ 2 വിക്കറ്റും സ്പിന്നർ കുൽദീപ് യാദവ് 3 വിക്കറ്റും സ്വന്തമാക്കിയപ്പോൾ രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ എന്നിവർക്ക് ഓരോ വിക്കറ്റുകൾ നേടാൻ സാധിച്ചു. കഴിഞ്ഞ കളിയിലെ 5 വിക്കറ്റ് നേട്ടം മുതൽക്കൂട്ടായി ഓപ്പണിംഗ് ബോളിംഗ് ചെയ്യാനിറങ്ങിയ മുഹമ്മദ് ഷമി ഇന്ന് വിക്കറ്റൊന്നുമില്ലാതെ നിരാശനായി മടങ്ങേണ്ടി വന്നു. എന്നിരുന്നാലും പാകിസ്ഥാനെ 241 റൺസിൽ ഒതുക്കാൻ സാധിച്ചത് ടീം ഇന്ത്യയുടെ നേട്ടമായി കണക്കാക്കാം. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്കായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. 20 റൺസെടുത്ത രോഹിത് ശർമ്മ പുറത്തായ ശേഷം വന്ന വിരാട് കോഹ്ലിയും പതിവിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരം പുരോഗമിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതുവരെ ആശ്വസിക്കാനുള്ള യാതൊരു വകയുമില്ല. ബാറ്റിങ്ങിൽ പാക് നിര അമ്പേ പരാജയപ്പെട്ടു. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും പാകിസ്ഥാൻ തീയുണ്ടകളെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ തല്ലിച്ചിറക്കുന്ന കാഴ്ചയാണ് ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ ചെറിയ ആശ്വാസത്തിൻ്റെ വക എന്ന് പറയുന്നത് പേസ് ബോളർ ഷഹീൻ ഷാ അഫ്രീദിയുടെ ആ ഒരു യോർക്കിൽ രോഹിത് ശർമ്മ പുറത്തായതും സ്പിൻ ബോളർ അബ്രാറിൻ്റെ ഒരു മികച്ച ബോളിൽ ഗിൽ പുറത്തായതും, ഈ 2 ബൗൾഡുമാണ് പാകിസ്ഥാനെ അല്പമെങ്കിലും ആശ്വസിക്കാനുള്ള വക നൽകിയത്. മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണികൾക്ക് ആവേശം വാരി വിതറിക്കൊണ്ട് ഇന്ത്യയുടെ കിങ് കോഹ്ലി തൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നതാണ് ഇന്ത്യ പാക് പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മത്സരം പുരോഗമിക്കുമ്പോൾ 67 റൺസെടുത്ത് കോഹ്ലിക്ക് ഒത്ത തുണയായി 43 റൺസുമായി ശ്രേയസ് അയ്യരുമാണ് ക്രീസിലുള്ളത്. ഇനി ഇന്ത്യക്ക് ജയിക്കാൻ 17 ഓവർ ബാക്കി നിൽക്കെ ടീം ഇന്ത്യക്ക് വിജയത്തിലേക്കെത്താൻ വെറും 62 റൺസ് മാത്രം മതി. 46 റൺസെടുത്ത ശുഭ്മാൻ ഗില്ലിൻ്റെയും 20 റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും വിക്കറ്റ് മാത്രമാണ് ടീം ഇന്ത്യക്ക് നഷ്ടമായത്. ഇന്ത്യൻ വിജയം കാണികളെ ആവേശത്തിലാഴ്ത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വീണ്ടും കാണാം ക്രിക്കറ്റ് അപ്ഡേറ്റുമായി.